നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. സ്വർണം ആഭരണത്തിൽ നിന്ന് നിക്ഷേപത്തിലേക്ക് ഭാരതീയർക്ക് സ്വർണം ഒരു സാധാരണ ലോഹമല്ല. അത് വികാരവും സംസ്കാരവും സാമ്പത്തികവും കരുത്തും ചേർന്നതാണത്. ഹാരപ്പൻ സംസ്കാരത്തിലെ ഖനനങ്ങളിലെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വേദങ്ങളിൽ സ്വർണവും സമൃദ്ധിയുടെയും ശുദ്ധിയുടെയും പ്രതീകമായി പരാമർശിക്കപ്പെടുന്നു. തമിഴ്നാട്, ഒഡീഷ, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങൾ നൂറ്റാണ്ടുകളായി ഭക്തരുടെ സ്വർണം സംഭാവനകൾ സ്വീകരിച്ചു പോന്നിരുന്നു. മുഗൾ സാമ്രാജ്യകാലത്ത് ചക്രവർത്തിമാർ സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും രാജകീയ ജീവിതത്തിൻ്റെ ഭാഗമാക്കി. അതുവഴി സ്വർണത്തിൻ്റെ സാമൂഹിക സ്ഥാനവും ശക്തിപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ ലോകത്തിലെ വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിൽ ഒന്നായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും കുടുംബങ്ങൾ സ്വർണം വാങ്ങി സംഭരിക്കുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യാനന്തര കാലത്ത് വിദേശ ചെലവ് നിയന്ത്രിക്കാൻ സർക്കാർ സ്വർണ്ണ ഇറക്കുമതി കർശനമാക്കി. പക്ഷേ ആവശ്യകത കുറഞ്ഞില്ല. ആഭരണങ്ങളുടെയും നാണയങ്ങളുടെയും രൂപത്തിൽ കുടുംബങ്ങൾ സ്വർണം ശേഖരിച്ചു. 1970കളിലെ എണ്ണ പ്രതിസന്ധിയും ആഗോള സാമ്പത്തിക അസ്ഥിരതയും സ്വർണ്ണവില ഉയർത്തി. 1991 സാമ്പത്തിക സ്വതന്ത്രവൽക്കരണം ഇറക്കുമതികൾക്ക് വഴി തുറന്നു.